ശരിക്കും നല്ല രീതിക്ക് ഗൈനയുടെ മാറ്റം നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. വല്ലാത്ത ഒരു ഷേപ്പില്ലാത്ത രീതിയിൽ തള്ളി നിൽക്കുന്നത് കാണാൻ പറ്റും. ആര്യയെ നമ്മളിൽ പലരും ആദ്യമായി കാണുന്നത് മദ്രാശി പട്ടണം എന്ന സിനിമയിലൂടെ ആയിരിക്കും. ഇതിനു മുമ്പ് പല സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ശരിക്കും ഒരു നായകനായി ശ്രദ്ധിക്കപ്പെടുന്നത് ഈ സിനിമയിലൂടെയാണ്. ആ സിനിമയിൽ തന്നെ ആര്യയുടെ ബോഡി ബേസ് ലൈൻ അത്യാവശ്യം നല്ല ഇംപ്രസീവ് ആയിട്ടുള്ളതായിരുന്നു. ആ ഒരു കാലഘട്ടത്തിന് അനുയോജ്യമായ രീതിയിലുള്ളതായിരുന്നു. പിന്നീട് അങ്ങോട്ട് ആര്യയുടെ ബോഡിയിലുണ്ടായ ചേഞ്ചസിനെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ഹായ്, ഐ ആം മാഹിൻ ഡ്രഗ്സ്. വെൽക്കം ടു മൈ ചാനൽ. പട്ടണം എന്ന സിനിമയ്ക്ക് ശേഷം ആ ഒരു ബോഡി തന്നെ മെയിൻറ്റെയിൻ ചെയ്താണ് ആര്യ മുന്നോട്ട് പോയിരുന്നത്. പിന്നീട് ആര്യയുടെ ബോഡി ട്രാൻസ്ഫോർമേഷൻ നമ്മൾ കാണുന്നത് 2017 പുറത്തിറങ്ങിയ മലയാള മൂവിയായ ദി ഗ്രേറ്റ് ഫാദറിലാണ്. അതിൽ ഒരു പോലീസ് ഓഫീസറുടെ വേഷമാണ് ആര്യ ചെയ്തത്. എന്നാൽ ആ സിനിമയിൽ ആര്യയുടെ ബോഡി അത്യാവശ്യം നല്ല പംഡപ്പ് ആയിട്ടുള്ള നല്ല മസിൽസ് ഉള്ള ഒരു ബോഡിയാണ്. എന്നാൽ ഈ ഒരു മൂവിക്ക് വേണ്ടിയല്ല ഇങ്ങനെ ഒരു ബോഡി ട്രാൻസ്ഫോർമേഷൻ ആര്യ നടത്തിയത്. ശരിക്കും തമിഴ് മൂവിയായ കടമ്പൻ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ബോഡി ട്രാൻസ്ഫോർമേഷൻ ആര്യ നടത്തിയത്. ദി ഗ്രേറ്റ് ഫാദർ എന്ന സിനിമ ഈ ഒരു ടൈമിൽ തന്നെ ഷൂട്ട് ചെയ്തതുകൊണ്ടാണ് ആര്യയെ നമുക്ക് ഈ ഒരു ഫിസിക്കൽ സിനിമയിൽ കാണാൻ കഴിഞ്ഞത്. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ ഒരു സമയത്ത് തന്നെ ചെറിയ രീതിയിലുള്ള മാറ്റം നമുക്ക് ആര്യയുടെ ബോഡിയിൽ കാണാൻ കഴിയും. പിന്നെ 2021 വീണ്ടും അങ്ങനെ ഒരു ബോഡി ബിൽഡ് ചെയ്ത് ആര്യ അഭിനയിക്കുന്നത്. അത് സർപ്പാട്ടെ പരമ്പരൈ എന്ന തമിഴ് മൂവിക്ക് വേണ്ടിയിട്ടായിരുന്നു. 5 വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു മാസീവ് ലുക്കിൽ ആര്യയെ നമ്മൾ കാണുന്നത്. ഒരു ബോക്സറുടെ ജീവിതം പറഞ്ഞ സിനിമയാണ് സർപ്പാട്ട പരമ്പരൈ. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു മാസീവ് ബോഡി ആ ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. സിനിമ വലിയൊരു ഹിറ്റും ആയിരുന്നു. 2020 ആര്യയുടെ ഒരു വർക്കൗട്ട് വീഡിയോ പ്രൊഡക്ഷൻ ടീം പുറത്തുവിട്ടിരുന്നു. നിങ്ങൾ ഈ കാണുന്നതാണ് ആ വീഡിയോ. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കഴിയും, അത്യാവശ്യം നല്ല രീതിയിൽ ഗൈനോയുടെ ഒരു ഇഷ്യൂ ഉണ്ട്. ചെസ്റ്റിന്റെ ഭാഗത്ത് ഒരു ഷേപ്പ് ഇല്ലാത്ത രീതിയിൽ തള്ളി നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു ഇഷ്യൂവിനെയാണ് ഗൈനോകോമസ്റ്റി എന്നാണ് വിളിക്കുന്നത്. ആര്യയുടെ കാര്യത്തിലും ഇതേ സെയിം പ്രോബ്ലം തന്നെയാണ്. എന്താണ് ഗൈനോകോമസ്റ്റി? വളരെ സിമ്പിളായി പറഞ്ഞു തരാം. അതായത് മാൻ ബൂബ്സ് എന്ന് പറയും. ഫീമെയിൽ ലൈക്ക് ബ്രസ്റ്റ് ടിഷ്യൂസ് ചെസ്റ്റിൽ ഉണ്ടാകുന്നതിനെയാണ് ഗൈനോകോമസ്റ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്കത് കൃത്യമായി കാണാൻ കഴിയും. ഏകദേശം ഒരു 38 വയസ്സുവരെ നീറ്റായിട്ടിരുന്ന ബോഡിയിലാണ് ഇത്തരത്തിലുള്ള ചേഞ്ചസ് ഉണ്ടായതെന്നത് നിങ്ങൾ ഓർക്കണം. ആര്യയുടെ ബോഡി ബേസ് ലൈൻ നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു മാസീവ് ലുക്ക് ഉണ്ടാക്കാൻ ഉറപ്പായും സ്റ്റിറോയിഡ് യൂസ് ചെയ്തിട്ടുണ്ടാകും. അതിൻ്റെ ഭാഗമായി ഈസ്ട്രജൻ്റെ ബാലൻസ് നഷ്ടപ്പെടുകയും അതിലൂടെ ഗൈനോകോമസ്റ്റി എന്ന ഇഷ്യൂ ഉണ്ടാകുകയുമാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഈ ഒരു സ്റ്റേജിൽ എത്തിയാൽ പിന്നെ മെഡിസിൻ കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല. ലിപ്പോസക്ഷൻ അല്ലെങ്കിൽ നിപ്പിൾ ഏരിയയിൽ ഇൻസെഷൻ ചെയ്ത് ഗ്ലാൻഡ് റിമൂവ് ചെയ്യുക, ഇതൊക്കെയാണ് ഇതിനുള്ള ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ്. ഇതൊക്കെയാണ് ആര്യയുടെ ബോഡിക്ക് സംഭവിച്ചത്. നിങ്ങൾക്കെല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ടാറ്റ, ബൈ ബൈ.